നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. 27 നക്ഷത്രങ്ങളാണുള്ളത്. ഓരോ നക്ഷത്രങ്ങൾക്കും അതിൻ്റേതായ പൊതു സ്വഭാവങ്ങളുണ്ട്. അതിൽ ചില നക്ഷത്രക്കാർ നമ്മുടെ ഗൃഹത്തിലുണ്ടെങ്കിൽ വളരെയധികം ശുഭകരമായ ഫലങ്ങളാണ് ആ ഗൃഹത്തിലും ആ ഗൃഹത്തിലുള്ള മറ്റ് അംഗങ്ങൾക്കും ലഭിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ദോഷങ്ങൾ ഉണ്ടായാൽ പോലും ഈ നക്ഷത്രക്കാരുടെ സാമീപ്യം അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർ വസിക്കുന്നത് കൊണ്ട് തന്നെ ആ ഗൃഹത്തിൽ കണ്ണിൽ തട്ടാനുള്ളത് പുരികത്ത് തട്ടിപ്പോകും എന്ന് പറഞ്ഞതുപോലെ തന്നെയായിരിക്കും. പൂർണ്ണ തോതിൽ ആ ദോഷങ്ങളൊന്നും ഈ നക്ഷത്രക്കാർ ഉള്ളത് കൊണ്ട് തന്നെ ആ ഗൃഹത്തിലേക്ക് എത്തുകയില്ല. അത് ഇനി പറയാൻ പോകുന്ന 6 നക്ഷത്രക്കാരുടെ ജന്മനാ തന്നെയുള്ള ഒരു ഭാഗ്യസിദ്ധിയാണ്. വളരെ ഗുണകരമായ കാര്യങ്ങളാണ് ഇവർ ഉള്ളത് നിമിത്തം ആ കുടുംബത്തിലേക്ക് വന്നെത്തുന്നത്. അതേപോലെ തന്നെ ഇവർ ഒരു മരുമകളായിട്ടോ മകളായിട്ടോ മകനായിട്ടോ ആരായിട്ടൊരു ഗൃഹത്തിലേക്ക് കയറി ചെന്നാലും അല്ലെങ്കിൽ ഒരു ഗൃഹത്തിൽ വസിച്ചാലും അതിൽ ആ ഗൃഹത്തിൽ വളരെയധികം ഭാഗ്യമായിരിക്കും. കൂടാതെ ഈ നക്ഷത്രക്കാർ സുഹൃത്തുക്കളായിട്ട് വന്നാലും അതിൻ്റെ ഫലം ഇവരെ സുഹൃത്തുക്കളായി കൂടെ കൊണ്ട് നടക്കുന്ന ആളുകൾക്കും ലഭിക്കുന്നതാണ്. അത്രത്തോളം ശുഭകരമായ നക്ഷത്രങ്ങളാണ് ഇനി പറയാൻ പോകുന്ന 6 നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങളെ പൊതുവെ അഗ്നി നക്ഷത്രങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അഗ്നി നക്ഷത്രങ്ങളായി വരുന്നത് 6 നക്ഷത്രങ്ങളാണ്. ഈ 6 നക്ഷത്രത്തിൽ പെടുന്ന ആളുകൾ ഇനി പറയാൻ പോകുകയാണ് ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഈ നക്ഷത്രത്തിൽ പിറന്ന ആളുകൾ നിങ്ങളുടെ ഗൃഹത്തിലുണ്ടെങ്കിൽ വളരെയധികം ശുഭകരമായ അല്ലെങ്കിൽ ഭാഗ്യം നിറഞ്ഞ ഒരു ഗൃഹം തന്നെയാണ് നിങ്ങളുടേത്. എല്ലാവരും ഭാഗ്യമുള്ളവരാണ് എങ്കിൽ പോലും ഓരോ നക്ഷത്രങ്ങൾക്കും പൊതുവായ സ്വഭാവമുള്ളതിനാൽ അഗ്നി നക്ഷത്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന 6 നക്ഷത്രങ്ങളാണുള്ളത്. അപ്പോൾ ആ 6 നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുന്ന ഈ കൂട്ടർ നിങ്ങളുടെ ഗൃഹത്തിലുണ്ടോ എങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ വലിയ ബുദ്ധിമുട്ടുകളോ ഭൂതപ്രേത പിശാചു ബാധകളോ ഒന്നും തന്നെ ഏൽക്കുകയില്ല. അത്രത്തോളം അഗ്നിയാണിവർ. അഗ്നിയെ തൊടാൻ ആർക്കാണ് ധൈര്യമുള്ളത്? അപ്പോൾ അഗ്നി നക്ഷത്രങ്ങളായി വരുന്നത് 6 നക്ഷത്രങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ ആ അഗ്നി നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നതിലേക്ക് കടക്കാം. ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം എന്നിവയാണ് ഈ 6 അഗ്നി നക്ഷത്രങ്ങൾ. അപ്പോൾ ഇവരുടെ പൊതുവേ ഉള്ള ആ സ്വഭാവങ്ങളും പൊതുവായി പറയുന്ന സ്വഭാവങ്ങളും ഗുണാനുഭവങ്ങളും അതാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ 6 അഗ്നി നക്ഷത്രക്കാർ പൊതുവെ സ്വതന്ത്രമായ ഒരു ചിന്താഗതിയുള്ളവരാണ്. അപ്പോൾ സ്വതന്ത്രമായ ചിന്താഗതി എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇവരുടേതായ ചില കുട്ടിക്കാലം മുതൽ തന്നെ ചില ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു സ്വഭാവം, എല്ലാ കാര്യങ്ങൾക്കും ഒരു അഭിപ്രായം പറച്ചിൽ, ഇതൊക്കെ ജന്മനാ തന്നെ അല്ലെങ്കിൽ ഇവരുടെ കുട്ടിക്കാലം മുതൽ തന്നെ ഇവർ കാണിക്കാറുള്ള ഒരു സ്വഭാവമാണ്. എന്തെന്നാൽ അഗ്നിയാണിവർ. ആർക്കും ഇവരെ തൊട്ടു നോക്കാൻ സാധിക്കില്ല. ഇവർ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കൂട്ടരാണ് ഈ അഗ്നി നക്ഷത്രക്കാർ. എന്നാൽ ചില സമയങ്ങളിലൊക്കെ ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. ഇവരുടെ ആഗ്രഹങ്ങൾക്ക് ചിലപ്പോൾ പല ആളുകളും തടസ്സമായി നിൽക്കുകയും ചെയ്യും. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായും വരും. കാരണം എന്തെന്നാൽ ഇവർ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾക്ക് വീട്ടുകാർ തടസ്സം നിൽക്കും എന്നതാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും അതിനെയൊക്കെ മറികടന്ന് കൂടെ നിൽക്കുക എന്നത് ഇവർ ജന്മനാ തന്നെ കൈക്കൊണ്ടു പോകുന്ന ഒരു രീതിയാണ്. എന്തെന്നാൽ എന്ത് പ്രശ്നം വന്നാലും തൻ്റെ സുഹൃത്തുക്കൾക്കോ തൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടിയോ ഏതറ്റം വരെ ആ പ്രശ്നത്തിനൊപ്പം പോകാനുള്ള മനസ്സ് ഇവരെ അഗ്നി നക്ഷത്രക്കാരുടെ അല്ലെങ്കിൽ ഒരു അഗ്നി നക്ഷത്രമായി തന്നെ എടുത്തു പറയാവുന്നതാണ്. എന്നിരുന്നാലും മറ്റുള്ളവർ ഇവരെ ഭരിക്കുന്നതിനോട് ഇവർക്കത്ര താല്പര്യമില്ല. അതായത് ഈ അഗ്നി നക്ഷത്രങ്ങളായ ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം എന്നീ നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരുടെ ഭരണത്തിന് കീഴിൽ അത് ജോലി ചെയ്യുന്നതാകട്ടെ അല്ലെങ്കിൽ കുടുംബത്തിലാകട്ടെ ആരും തന്നെ ഭരിക്കുന്നതിനോട് അവർക്ക് അത്ര ഒരു ഇഷ്ടമുണ്ടാകാറില്ല. പറയേണ്ട കാര്യങ്ങൾ മുഖത്തു നോക്കി അഗ്നി പോലെ ദേഷ്യപ്പെട്ട് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോയി എന്ന് പറയുന്നത് പോലെ പറഞ്ഞു പോകുന്ന കൂട്ടരാണ്. ഒന്നിനെയും ഭയമില്ല. ഏതു കാര്യത്തിനും തൻ്റേതായ അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒന്നിനെയും ഭയക്കാറുമില്ല. ഇക്കാരണം കൊണ്ട് തന്നെ പല ബന്ധങ്ങളും ഇവരിൽ നിന്ന് അകന്നു പോകാറുണ്ട്. ചില കൂട്ടുകെട്ടുകൾ പോലും അകന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇവരങ്ങനെയല്ല. തൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളെ, അത് കുടുംബത്തിലുള്ളവരായാലും പുറത്തുള്ളവരെ ആയാലും സഹായിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും മടിയില്ലാത്തവരാണ് ഈ കൂട്ടർ. ജീവിതത്തിൽ ഒട്ടും വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്തവരുമാണ്. അതായത് ഒരു പേപ്പർ അതിൽ തീ പടർന്നു കഴിഞ്ഞാൽ
പിന്നെ ആ തീ ഒന്ന് പമ്മി നിൽക്കുകയില്ല. അത് മൊത്തത്തിൽ ആ പേപ്പറിനെ വിഴുങ്ങുക എന്നതാണ് തീയുടെ ലക്ഷ്യം. അല്ലെങ്കിൽ തീ ചെയ്യുന്ന കർത്തവ്യം അത് തന്നെയാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് ഏത് കാര്യത്തിനും ജടുതിയിൽ പെട്ടെന്ന് ചെയ്യുക, പെട്ടെന്ന് ചെയ്ത് തീർക്കുക, പൂർത്തിയാക്കുക എന്നൊരു കാര്യം മാത്രമായിരിക്കും ഏതിൻ്റെയും ലക്ഷ്യമായിട്ടുള്ളത് ഈ അഗ്നിനക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് എത്തണം മുന്നിൽ, അല്ലെങ്കിൽ താൻ കൽപ്പിക്കുമ്പോൾ അതൊക്കെ തൻ്റെ മുന്നിൽ എത്തണമെന്ന ചെറിയ ഒരു വാശിയൊക്കെ ഉള്ള കൂട്ടർ കൂടിയാണ് ഈ അഗ്നിനക്ഷത്രക്കാർ. അതേപോലെ തന്നെ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രശംസ, അംഗീകാരം ഒക്കെ നേടിയെടുക്കാനുള്ള ഇവരുടെ കഴിവ് ജന്മസിദ്ധം തന്നെ. പക്ഷേ ചില സമയങ്ങളൊക്കെ ഇവരുടെ വേണ്ടപ്പെട്ടവരിൽ നിന്ന് പോലും പല വിധേനയുള്ള തിരിച്ചടികൾ ഈ 6 നക്ഷത്രക്കാർക്കും ഏൽക്കേണ്ടതായി വന്നേക്കും. എന്നാലും മരണം വരെ അതൊക്കെ മറന്നോ എന്ന് ചോദിച്ചാൽ മറന്നിട്ടില്ല. എങ്കിലും തനിക്ക് വേദന നൽകിയ ആളുകൾക്ക് വേണ്ടി പല കാര്യങ്ങളും അവരുടേതായ ദുഃഖത്തിലും അവരുടെ സന്തോഷത്തിലും പങ്കുചേരാനും ഈ അഗ്നിനക്ഷത്രക്കാർ ശ്രമിക്കാറുണ്ട്. അമിതമായി ചിന്തിക്കുന്ന കൂട്ടരാണ്. അതുകൊണ്ട് തന്നെ ചില വിഷമങ്ങൾ എപ്പോഴും ഇവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. ആ വിഷമങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വീണ്ടും ഒരു ടെൻഷനിലേക്കൊക്കെ പോകുന്ന പ്രകൃതം കൂടി ഇവർക്കുണ്ട്. അതിനാൽ തന്നെ ഇവർ അമിതമായ ചിന്ത ഒഴിവാക്കുകയാണ് വേണ്ടത്. അനാവശ്യ ചിന്തകളിലേക്ക് മനസ്സിനെ കൊണ്ടുചെന്ന് എത്തിക്കാതിരിക്കാൻ ഈ 6 നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. ക്ഷമ തീരെ കുറവാണ് ഈ കൂട്ടർ. അതുകൊണ്ട് ക്ഷമയും ശീലിച്ചെടുക്കേണ്ടതാണ്. അതേപോലെ അമിതമായ ചിന്ത എന്ന നിങ്ങളുടെ മനസ്സിൻ്റെ ആ പോക്കിനെ കൂടി നിങ്ങൾ കടിഞ്ഞാണിട്ട് നിങ്ങളുടെ വരുതിയിലാക്കേണ്ടതാണ്. ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ്. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. എങ്കിലും ഈ 6 നക്ഷത്രക്കാർക്ക് അതിനപ്പുറം ആഗ്രഹങ്ങൾ ഒരുപാട് മനസ്സിലുള്ളവരാണ്. ചില നടക്കാത്ത കാര്യങ്ങളെ പോലും ആഗ്രഹിച്ച് വേണം എന്ന് ചിന്തിക്കുന്ന കൂട്ടർ കൂടിയാണ്. അതിനുവേണ്ടി ചിലപ്പോൾ എടുത്തുചാട്ട സ്വഭാവം കൂടി കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് എടുത്തുചാട്ടം ചിലപ്പോൾ നിങ്ങൾക്ക് വിനയായി വരുമെന്ന്. അതുകൊണ്ട് ഈ 6 അഗ്നിനക്ഷത്രക്കാരായ ആളുകൾ ഒരുപാട് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. കൂടാതെ എടുത്തുചാട്ടവും നിങ്ങൾ നിർത്തേണ്ടതാണ്. ഈ 6 നക്ഷത്രക്കാരുടെ ആത്മവിശ്വാസം എടുത്തു പറയേണ്ടതാണ്. ഏത് കാര്യത്തിനും ഒരു ആത്മവിശ്വാസം ഇവർക്കുള്ളതിനാൽ തന്നെ അതിനെ എത്രയും വേഗത്തിൽ ഇവർക്ക് വിജയം കരസ്ഥമാക്കാനും സാധിക്കുന്നതാണ്. എന്നാൽ ചില സമയങ്ങളിൽ ഓവർ കോൺഫിഡൻസ്, അതായത് അമിത ആത്മവിശ്വാസം, എടുത്തുചാട്ടം ഇതൊക്കെ വിനയായി മാറുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഏത് കാര്യവും ചിന്തിക്കുക, എന്നാൽ ഓവറായി ചിന്തിക്കാൻ പാടില്ല. ആത്മവിശ്വാസം ആവശ്യമാണ്, എന്നാൽ ഓവർ കോൺഫിഡൻസ് ആയി പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ സഹായിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെ, എന്നാൽ അധികമായി ഏത് കാര്യവും നിങ്ങൾ ചെയ്യാതിരിക്കുക. അഗ്നി നക്ഷത്രക്കാരാണ്, ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് പോകുന്ന ഒരു പ്രകൃതമാണ്. അത് നിങ്ങളൊന്ന് എക്സാമ്പിളായി ഒരു പേപ്പറും തീയും ചിന്തിച്ചാൽ മതി. പേപ്പറിലേക്ക് തീ പടർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അന്ത്യവും ഇല്ലാത്തതുപോലെ തീ നിമിഷ നേരം കൊണ്ടായിരിക്കും ആ പേപ്പറിനെ വിഴുങ്ങുന്നത്. അതേപോലെ തന്നെ ചില പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് വളരെ വലിയ വിധത്തിലുള്ള ദുഃഖങ്ങൾ നൽകാൻ കെൽപ്പുള്ളതായി മാറ്റരുത് നിങ്ങൾ എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. നല്ല മനസ്സിനുടമകളായതിനാൽ തന്നെ ചില വിഷമസന്ധികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരാറുണ്ട്. അത് നിങ്ങളായി ചിലപ്പോൾ വിളിച്ചു വരുത്തുന്നതാണ്. അതായത് ആവശ്യമില്ലാതെ അല്ലെങ്കിൽ സഹായം അർഹിക്കാത്ത ആളുകൾക്ക് സഹായം ചെയ്യുന്നതിലൂടെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല വിധത്തിലുള്ള വിനകൾ വന്നു ചേർന്നേക്കാം. അതുകൊണ്ട് അഗ്നി നക്ഷത്രങ്ങളാണ്, ജ്വലിക്കുന്ന നക്ഷത്രക്കാരാണ്, ഭാഗ്യമുള്ളവരാണ്. നിങ്ങൾ വസിക്കുന്ന ഗൃഹം വളരെ ഭാഗ്യം നിറഞ്ഞതാണ് എന്നിരിക്കെ എടുത്തുചാട്ടം, ഓവർ കോൺഫിഡൻസ്, ഓവർ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആ ഒരു വ്യഗ്രത, ഇതിനെയൊക്കെ നിങ്ങൾ കടിഞ്ഞാണിടേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്.